വൈകുന്നേരത്തെ ആ ഇളം കാറ്റിൽ ഒരു ചൂടുള്ള ചായയും നല്ല നെരിഞ്ഞൊരു പരിപ്പൊടി. ആഹാ, എന്താ ടേസ്റ്റ്! കണ്ടിട്ട് പറയോ? അപ്പം വായോ, നമ്മളുടെ ഈ ഒരു ഏരിയ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ലാതെ വൃത്തിയായി കിടക്കണം. അപ്പം ഇവിടെ ഒരു ബോർഡറായി ഹെലിക്കോണിയ ഫിറ്റ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നമ്മളൊരു ഓൺലൈൻ പേജിൽ നിന്നും കുറച്ച് ഹെലിക്കോണിയ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ്. അപ്പം അത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതാണ് ഇതുവരെ നിങ്ങൾ കണ്ടത്. ഓക്കെ. എന്നമ്മോ ഒടുക്കത്തെ പാക്കിംഗ് ആണ് ഇവരുടെ പാക്കിംഗ് കണ്ട് ഞാൻ തന്നെ നെറ്റിയും. പാക്കിങ്ങിനെ പറ്റി ഒന്നും പറയാൻ ചേച്ചി പറയണ്ടല്ലോ. പ്ലാന്റ്സ് എല്ലാം ഡബിൾ ഹെൽത്തിയാണ് ആൻഡ് ഐ ആം ഡബിൾ ഹാപ്പി. അപ്പം നമ്മളെ ഗാർഡൻ ബോർഡറിങ്ങിന് വേണ്ടി കുറച്ചുകൂടി സാധന സാമഗ്രികൾ ആവശ്യമുള്ളതിനാൽ ഞാൻ താൽക്കാലികമായിട്ട് ഒരു റെക്ടാങ്കുലർ പോട്ടിലേക്ക് മാറ്റുകയാണ്. വിരോധമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ 4 വെറൈറ്റി ഓഫ് ഹെലിക്കോണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതാണ് ജമൈക്കൻ ഡ്വാർഫ് ആൻഡ് വെരിഗേറ്റഡ് ഹെലിക്കോണിയ. ഇതാണ് ഫയർ ഫ്ലാഷ് ഡ്വാർഫ്. ഫൈനലി സെന്റ് വിൻസെന്റ് റെഡ് ഹെലിക്കോണിയ. ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഹെലിക്കോണിയ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടി ലഷ് ആൻഡ് ബൾക്കി ആയിട്ടുള്ള ഫീൽ വരും. കൂടാതെ തന്നെ ഫ്ലവറിംഗ് ഒക്കെ ഉള്ള ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ മോർ അട്രാക്റ്റീവ് ആണ്. അതിനേക്കാൾ കൂടുതലായിട്ട് പ്രത്യേകിച്ച് വലിയ കെയർ ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റ് കൂടിയാണ് ഹെലിക്കോണിയ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് അതല്ല, നമ്മളുടെ ഗാർഡൻ ബോർഡറിങ് ചെയ്യുന്ന വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ഹെലിക്കോണിയ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഒക്കോമോ എന്ന ഇൻസ്റ്റഗ്രാം പേജിലോ വാട്സപ്പ് നമ്പറിലോ ഒന്ന് DM അയച്ചാൽ ചെടിയുടെ തുടർന്നുള്ള വളർച്ച മോശപ്പെടേണ്ടെന്ന് കരുതി ആ ഫ്ലവേഴ്സ് എല്ലാം ഞാൻ കട്ട് ചെയ്തു.